ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദിയിലിരിക്കുന്ന വിശിഷ്ട ദേവദാസന്മാർക്കും കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദേശത്തിൻ്റെ മധ്യേ ദൈവം എന്നൊരു സാക്ഷിയായി നിർത്തിയ വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു യോഗ്യതമില്ലാത്തതായ അടിയനെ ദൈവം ഇത്രത്തോളം വഴി നടത്തുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ചില അത്ഭുതങ്ങൾ ദേശത്തിൻ്റെ മധ്യേ അടിയൻ സാക്ഷീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ നടന്നു തുടങ്ങിയതായ സമയത്ത് ഞാൻ എൻ്റെ പാദം നിലത്തൂന്നിയെല്ലാം നടന്നത്. പകരം ഞാൻ എൻ്റെ വിരലുകൾ കുത്തിയാണ് നടന്നു തുടങ്ങിയത്. പക്ഷേ ഒരു ഹോസ്പിറ്റലുകളിൽ പോകാനോ ഒരു മരുന്നുകൾ ഉപയോഗിക്കുവാനോ ദൈവം അനുവദിക്കാത്ത വിധം അന്ന് നമ്മുടെ സഭയിലിരുന്നതായ കർത്തൃദാസനും നമ്മുടെ പഴയ ആൻറ്റിമാരൊക്കെയും അവരുടെ കണ്ണുനീരിൻ്റെ ഫലമായി അടിയനെ ഒരു 2.5 വയസ്സ് മുതൽ കാല് നേരെ നിലത്തൂന്നി നടക്കുവാൻ ദൈവം സഹായിച്ചു. അതാണ് ദൈവം ആദ്യം എൻ്റെ ജീവിതത്തിൽ ചെയ്തതായ ഒരു അത്ഭുതം. അതുപോലെ ഞാൻ എൻ്റെ വിവാഹം 2010 ഏപ്രിൽ കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഒരു 15 ദിവസമായപ്പോൾ വലിയൊരു കാർ ആക്സിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ആ ആക്സിഡൻറ്റിൽ അടിയൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുമെന്നുള്ളതായ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം വലിയവനായ ദൈവം എന്നെ കാത്തുസൂക്ഷിച്ച കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ ചെയ്ത ഒരു അത്ഭുതം ഞാൻ നിങ്ങളുടെ മുമ്പേ പറയാൻ ആഗ്രഹിക്കുകയാണ്. 2010 മെയ് 6-ാം തീയതി രാത്രി ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. അടിയങ്ങൾ സഞ്ചരിച്ചതായ വാഹനം ഒരു മരത്തിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ അടിയൻ്റെ കഴുത്തിലെ C5-ഉം C6-ഉം തമ്മിലുള്ള ജോയിൻ്റ് വിടുകയും വളരെയധികം ഗുരുതരമായ പരിക്കുകളോടുകൂടി എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. അടിയൻ്റെ കുടുംബനാഥനും ഹസ്ബൻഡ് അമ്മയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെക്കാളൊക്കെ ഉപരി അവരൊക്കെ കാണുമ്പോൾ സീരിയസ് ആണ്. പക്ഷേ ഞാനാണ് ഒക്കെയും വർത്തമാനം പറഞ്ഞ ആൾക്കാരോടെല്ലാം അറിയിച്ചതും ഹോസ്പിറ്റലിൽ ചെന്നതും ഒക്കെ എല്ലാവരോടും അറിയിച്ചതൊക്കെയും ഞാൻ തന്നെയാണ്. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് ഏറ്റവും കൂടുതൽ അപകടാവസ്ഥയിലായിരിക്കുന്നതും എൻ്റെ ജീവിതം തന്നെയാണ്. എൻ്റെ കഴുത്തുകൾ C5-ഉം C6-ഉം തമ്മിലുള്ള ജോയിൻ്റ് വിട്ടത് കാരണം എൻ്റെ കഴുത്ത് പൊന്തിച്ച് എനിക്ക് എഴുന്നേക്കാൻ കഴിയാതെ വണ്ണം വളരെയധികം ഭാരപ്പെട്ടു. ഞാൻ ഏകദേശം ഒരു 30 ദിവസത്തോളം, 1 മാസത്തോളം ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടെ ന്യൂറോയുടെയും ഒക്കെ ചികിത്സയിലായിരുന്നു. പക്ഷേ അവരുടെ ആ ട്രീറ്റ്മെൻറ്റിൽ അവരെന്നെ ഒരു 5% ഗ്യാരൻറ്റിയിലാണ് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അഡ്മിറ്റ് ചെയ്തതായ സമയത്ത് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ അവരൊരു MRI സ്കാനിങ് എടുക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് ആ ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ ആക്സിഡൻറ്റ് നടന്ന് ഞാൻ ഹോസ്പിറ്റലിലായത് മുതൽ ഈ ദേശത്തിൻ്റെ മധ്യേ ഈ ദേശവാസികളും സഭാവിശ്വാസികളും ഒക്കെ അനേകർ ആരൊക്കെ പ്രാർത്ഥിച്ചെന്ന് എനിക്കറിയില്ല. ഒരുപാട് പേരുടെ കണ്ണുനീരിൻ്റെ ഫലമാണ് ഇന്ന് അടിയൻ ഈ ദേശത്തിൻ്റെ മധ്യേ ഈ സാക്ഷിയായി തന്നെ നിൽക്കുന്നത്. MRI എടുത്തതായ സമയത്ത് അത് കുഴപ്പമില്ല, നമുക്ക് ഓപ്പറേഷൻ ചെയ്യണ്ട, അത് സാവകാശം അത് റെഡിയായിക്കോളും, പക്ഷേ രക്ഷപ്പെടും, രോഗി രക്ഷപ്പെടും. എന്നാൽ ഒരു 5% മാത്രമേ എഴുന്നേറ്റ് നടക്കുവാനും തൻ്റെ ബാക്കി ജീവിതം ജീവിക്കാനുള്ള സാഹചര്യമുള്ളൂ എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. അത്ഭുതമെന്ന് പറയട്ടെ, ദൈവമക്കളുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിനൊരു കാവലായിരുന്നു, ഒരു കോട്ടയായിരുന്നു. എൻ്റെ ഓരോ ദിവസവും ഓരോ മാസവും ഞാൻ ഏകദേശം ഒരു വർഷത്തോളം അടുത്ത് ഞാൻ എൻ്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ. ആ സമയത്തെല്ലാം എനിക്ക് പ്രാർത്ഥന, ഞങ്ങളുടെ ഈ സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന, ദേശത്ത് ആരൊക്കെ പ്രാർത്ഥിച്ചു അവരുടെ എല്ലാം പ്രാർത്ഥന, ജാതി മത ഭേദമന്യേ അടിയന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അടിയൻ്റെ ജീവിതത്തിൽ വലിയൊരു വിടുതലിന് കാരണമായി. 30 ദിവസം കഴിഞ്ഞപ്പോൾ അടിയനെ മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. പക്ഷേ അവർ 5% മാത്രമാണ് ഗ്യാരൻറ്റി പറയുന്നത്. ഞാൻ എഴുന്നേൽക്കയില്ല, കിടക്കയിൽ തന്നെ ആയിരിക്കും, ജീവനുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചു തീർക്കുന്നത് കിടക്കയിൽ തന്നെ ആയിരിക്കും എന്നാണ് ഡോക്ടർമാരുടെ വിധി. പക്ഷേ ആ വിധിയൊക്കെയും മാറ്റി എഴുതി എൻ്റെ ദൈവം എന്നെ വിടുവിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നതായ ആ സമയത്ത് ഇവിടുത്തെ സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന, നമ്മുടെ സാബു ബ്രദറും മദറും പഴയ ആൻറ്റിമാരൊക്കെ ഉണ്ട്, അവരൊക്കെ മരിച്ചുപോയി. അവരുടെയൊക്കെ കണ്ണുനീരിൻ്റെ ഫലമാണ്. പിന്നെ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. സാബു ബ്രദറിനൊരു ദൈവനിയോഗം ഉണ്ടായിരുന്നു.
ഉണ്ടായി. അതായത് ഒരു തോർത്ത് പുതിയ തോർത്ത് വാങ്ങി, അങ്ങനെ 30 ദിവസം അത് ഓരോ ദിവസവും പ്രാർത്ഥിച്ച് ഞാൻ കിടക്കുന്ന എൻ്റെ കിടക്കയിൽ വലിയൊരു നെക്കോളർ വെച്ചാണ് ഞാൻ കിടക്കുന്നത്, ഒരു ഭാരമേറിയ ഒരു നെക്കോളർ. പിന്നെ ആ നെക്കോളർ കാരണം എൻ്റെ ശരീരത്തിൽ തന്നെ കഴുത്തിലൊക്കെയും പലവിധമായ മുറിവുകൾ ഉണ്ടാവുകയും അതൊരു വ്രണമാവുകയും ചെയ്തു. ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു ആ കിടക്കയിൽ. ആ സമയത്തൊക്കെയും ഈ തോർത്ത് പ്രാർത്ഥിച്ച് എൻ്റെ കഴുത്തിൽ ചുറ്റി ഇവരെല്ലാവരും അടിയന് ചുറ്റും ഇരുന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമായിരുന്നു. അതൊക്കെയും ഇന്ന് ഞാൻ വളരെയധികം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ആ പ്രാർത്ഥനകൾ അത് കഴിഞ്ഞ് ഓരോ മാസവും എനിക്ക് മെഡിക്കൽ കോളേജിലെ ചെക്കപ്പിന് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ കടന്നു പോകുന്നതായ സമയത്ത് എൻ്റെ കൂടെ ഒരുപാട് പേര് ചെക്കപ്പിനുണ്ടാവും. അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാരാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ ഈ ബാക്കിൽ മുടി ഇങ്ങനെ മുടി മൊത്തം വടിച്ചതിന് ശേഷം അവിടെയാണ് അവർ സ്ക്രൂ ചെയ്തെന്തൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ കൂടെ അടുത്തിരിക്കുന്ന ഓരോ ആൾക്കാരെ കാണുമ്പോഴേക്ക് വളരെയധികം സങ്കടം തോന്നും. കാരണം ആ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടും അവരുടെ കഴുത്തിന് ഒരു മാറ്റവുമില്ല. അവരൊക്കെ വളരെയധികം ഭാരത്തോടു കൂടി വന്നിരിക്കുന്നു. പക്ഷേ അടിയൻ ഓരോ മാസവും പോകുമ്പോഴും അടിയൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റമാണ്. ഡോക്ടർമാർ എൻ്റെ കഴുത്തിലെ ആ നെക്കോളർ ഊരിയെടുത്തതിന് ശേഷം അവർ ചെയ്യാവുന്നതായ ടെസ്റ്റുകളൊക്കെയും നമ്മൾ ചരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, മുകളിലേക്ക് നോക്കുക, ഇതൊക്കെ ചെയ്യിപ്പിക്കുമ്പോഴും എനിക്ക് വേദനയുണ്ട് എന്നാൽ പോലും ഞാനതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ ഒരു അത്ഭുതമാണ്. കാരണം ഓപ്പറേഷൻ ചെയ്ത പലരും ഇന്നും കഴുത്ത് തിരിക്കാൻ പറ്റാൻ കഴിയാതെ വണ്ണം വളരെയധികം ഭാരത്തോടെ ആയിരിക്കുമ്പോൾ അടിയൻ്റെ ജീവിതത്തിൽ ഓരോ മാസവും വളരെയധികം മാറ്റമാണ് അവിടെ കാണുന്നത്. അവർ 5% വിധി എഴുതിയെങ്കിൽ വലിയവനായ ദൈവം എന്നെ വിടുവിച്ചു. ഓരോ മാസവും അങ്ങനെ കടന്നുപോയി ചെക്കപ്പുകൾ ചെയ്യുമായിരുന്നു. ഏകദേശം 1 വർഷത്തോളം എൻ്റെ കാലിൽ ഒരു വലിയ ആഴമേറിയ ഒരു മുറിവ്, വലത് കാലിൻ്റെ മുളങ്കാലിൽ, അത് എങ്ങനെ ഉണ്ടായി എന്നറിയില്ല, വലിയ ആഴം, ഒരു കൈ നമുക്ക് അകത്തിടാൻ കഴിയാവുന്നതായ ഒരു മുറിവായിരുന്നു. എനിക്ക് എൻ്റെ കാല് നിലത്തൂന്നുവാനും നടക്കാനൊക്കെയും വളരെയധികം പ്രയാസമായിരുന്നു. പക്ഷേ ഒരു വർഷം കൊണ്ട് ദൈവമക്കളുടെ വിലയേറിയ ശ്രദ്ധേറിയ പ്രാർത്ഥന, ഈ സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന കൊണ്ട് അടിയന് വലിയൊരു വിടുതലാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ആ ആക്സിഡൻറ്റ് കാരണം അടിയന് ജീവിതത്തിൽ എൻ്റെ കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ എനിക്കും ദാനമായ മക്കൾ ലഭിക്കുമോ എന്നുള്ളതൊക്കെയായ പലവിധമായ ചോദ്യങ്ങൾ കുടുംബത്തിൽ നിന്നും ദേശത്തിൻ്റെ മധ്യയിൽ നിന്നൊക്കെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ നിമിഷങ്ങളിലെല്ലാം ദൈവം സമാധാനം തന്ന് വലിയവനായി കൂടെ നിന്ന് കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം 2014-ലും 2016-ലായിട്ട് 2 കുഞ്ഞുങ്ങളെ ഇടയിൽ ദാനമായി നൽകി. ആ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതായ ആ സമയത്തും ഒക്കെയും പലവിധമായ പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നങ്ങളും അടിയൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. നോർമൽ എല്ലാവരെ പോലെയും അടിയനെ 2 കുഞ്ഞുങ്ങളെയും പ്രസവിക്കാനുള്ള കൃപയും ദൈവം ദാനമായി നൽകി. പിന്നെയും എൻ്റെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങളായിരുന്നു. അവരെ വളർത്തുമ്പോഴും എൻ്റെ വലത് കൈയാണ് അനക്കാൻ പറ്റാത്തത്. കാരണം ആ നെർവിൻ്റെ പ്രശ്നം കാരണം എൻ്റെ വലത് കൈ എനിക്ക് അനക്കി ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തല തോർത്താനോ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊന്നും ചെയ്യാനോ കഴിയില്ല എന്നാണ് അന്നും ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ അതെല്ലാം മറികടന്ന് വലിയവനായ ദൈവം എന്നെ വിടുവിച്ച് എൻ്റെ 2 കുഞ്ഞുങ്ങളെയും വളർത്തുവാനും അവരെ ഇത്രത്തോളം വളർത്തിയെടുക്കുവാനുള്ള കൃപ അടിയനെ ദൈവം ദാനമായി നൽകി. അതുപോലെ തന്നെ ഒരു ഉപജീവന മാർഗവും ദൈവം നൽകി. ഉപജീവന മാർഗത്തിന് ഞാൻ മലപ്പുറം ജില്ലയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ നിൽക്കുന്നത്. അപ്പോഴും ദൈവം ഉറപ്പും ധൈര്യവും നൽകി. കാരണം എനിക്ക് മാത്രമറിയാം എൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ എനിക്കവിടെ നിൽക്കുവാൻ പറ്റുമോ? എനിക്ക് ലഭിച്ചതായ ജോലിയും വളരെയധികം പ്രയാസമാണ്. കുന്നും മലകളൊക്കെ ചവിട്ടി കയറേണ്ടതുണ്ട്. എൻ്റെ കാലുകൾക്ക് ബലമില്ല, എൻ്റെ കഴുത്തിന് ബലമില്ല. പക്ഷെ ഞാൻ എങ്ങനെ ജോലി ചെയ്യുമെന്ന് എനിക്ക് വളരെയധികം ശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഓരോ ദിവസവും എൻ്റെ ദൈവം, വലിയവനായ ദൈവം എന്നെ വഴി നടത്തുന്നു. മറ്റുള്ള കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അടിയൻ വളരെയധികം കംഫർട്ടാണ്, വളരെയധികം ഫിറ്റ്നസ്സാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ദൈവം ചെയ്ത കൃപകളാണ്. 2025 ഫെബ്രുവരി മാസത്തിൽ എനിക്ക് പെട്ടെന്നൊരു പ്രഷർ കുറഞ്ഞിട്ട് ഞാൻ തലകറങ്ങി വീഴുവാനിടയായി. അതിനുശേഷം തുടർച്ചയായി എനിക്ക് തലവേദന, തലകറക്കത്തിൻ്റെതായ ഒരു പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ ഈ ഞരമ്പുകളുടെ പ്രശ്നം കൊണ്ടാണ് എനിക്കത് അങ്ങനെ വരുന്നതെന്ന് തോന്നി. എന്നിട്ട് ഒരു ജൂലൈ മാസമായപ്പോൾ ഞാൻ 1 മാസത്തോളം ലീവായി. എനിക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയില്ല, എനിക്ക് വർത്താനം പറയാൻ കഴിയില്ല.
എനിക്ക് ഇനി ഒന്ന് എഴുന്നേൽക്കണമെങ്കിൽ ആരുടെയെങ്കിലും ഒരു സഹായം വേണ്ടി വന്നതായ ഒരവസ്ഥ. ഞാൻ ആ ആക്സിഡൻറ്റിന് ശേഷം എഴുന്നേറ്റതിന് ശേഷം ഞാൻ ഇത്രയും നാൾ നന്നായി ഞാൻ ജീവിച്ചു. പക്ഷേ എൻ്റെ ജീവിതം മാറ്റിമറിക്കുന്നതായ ഒരവസ്ഥയായിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്നത്. എനിക്ക് എന്തെന്നറിയില്ല, ആരോടും പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളം വളരെയധികം പ്രയാസമാണ് ഞാൻ നേരിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് മരുന്ന് കഴിക്കുന്ന ഒരാളായി മാറി. എനിക്ക് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ എനിക്ക് കുറേയധികം മരുന്നുകൾ കഴിച്ചാൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഓരോ ദിവസവും എനിക്ക് തള്ളി നീക്കണമെങ്കിൽ എനിക്ക് പലവിധമായ മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായ ഒരവസ്ഥ. അവസാനം മനസ്സിന് വലിയൊരു ഭാരം തോന്നി. കർത്താവേ, ഞാൻ ഇത്രയും നാളും അങ്ങ് തന്നതായ വിടുതലാണല്ലോ ജീവിച്ചത്. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തിൽ നിന്നും കുറച്ച് അന്യപ്പെട്ട് നിന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ കിടന്നതായ ആ അവസ്ഥയിൽ ദൈവം എനിക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ എഴുന്നേൽക്കണം. എൻ്റെ ജീവിതം എനിക്ക് ജീവിക്കണം. എനിക്ക് ദാനമായി തന്ന മക്കളെ എനിക്ക് വളർത്തണം എന്നുള്ളതായ ഒരു തീരുമാനത്തിൽ ഞാനൊരു നേർച്ച നേർന്നു. ഞാനിത് വർഷങ്ങൾക്ക് മുമ്പേ ഒരു നേർച്ച നേർന്നു. ഞാൻ ഈ ദേശത്തിൻ്റെ മധ്യേ ഒരു സാക്ഷി പറയേണ്ടതായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. അതെൻ്റെ കുറവാണ്. ആ കുറവ് ദൈവം എനിക്ക് ഉണർത്തി തന്നു. ഞാൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു, ദൈവമേ, ഞാൻ ഈ സഭയുടെ മധ്യേ ഞാനൊരു കൺവെൻഷൻ വെച്ച് ദേശത്തിൻ്റെ മധ്യേ ഞാൻ ദൈവം എനിക്ക് ചെയ്തതായ ഓരോ നന്മകളെയും ഞാൻ സാക്ഷീകരിക്കാമെന്ന് ദൈവത്തോട് പറയുണ്ടായി. അപ്രകാരമാണ് ഞാൻ ഈ കൺവെൻഷൻ നേർന്നതും ഇന്ന് രാത്രികാലം നിവർത്തിക്കാൻ തന്നതായ ദൈവത്തിൻ്റെ വലിയൊരു കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രയുമല്ല, എൻ്റെ ഓരോ ദിവസത്തെയും ജീവിതങ്ങൾ നോക്കാമെങ്കിൽ ദൈവം നടത്തുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കും, രാത്രിയാകുമ്പോൾ ഞാൻ ചിന്തിക്കും, ദൈവമേ, ഞാൻ ഇന്ന് മൊത്തം ഞാൻ ഓടിയല്ലോ, ഇതെങ്ങനെ ഞാൻ ഓടി? എനിക്ക് ചെയ്യാൻ പറ്റാത്തതായ പലവിധമായ ജോലികളും ഞാൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യങ്ങൾ പറഞ്ഞാൽ ഇന്നൊരു ദിവസം പോലും മതിയാകയില്ല. ഈ വലിയവനായ ദൈവത്തെ ഒരു നാളും മറക്കാതെ വണ്ണം ദൈവത്തിൻ്റെ മകളായി തന്നെ ജീവിച്ച് കർത്താവിൻ്റെ വരവിൽ കുടുംബമായി തന്നെ കാണപ്പെടുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് സാക്ഷ്യത്തിൽ നിന്നും ഇരുന്നോളുന്നു.